പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. മത്തായി എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 20-ാം വാക്യത്തിൽ നമുക്ക് വളരെ വ്യക്തമായി നമുക്ക് പഠിക്കാൻ കഴിയുന്നത് 12 സംവത്സരമായിട്ട് രക്തസ്രാവമുള്ള ഒരു സ്ത്രീ അവൻ്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും എന്ന ആഴമേറിയ വിശ്വാസപ്രകാരം താൻ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ കടന്നു വരുന്നതായി കാണാം. സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവജനമേ, നാം പ്രാർത്ഥിക്കുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്, സ്തോത്രം, കൊടുക്കേണ്ടതെല്ലാം കൊടുക്കുന്നുണ്ട് കർത്താവിന് വേണ്ടി. പക്ഷേ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ സൗഖ്യം ലഭിക്കുന്നില്ല എന്ന ക്വസ്റ്റ്യൻ മാർക്കിന് മറുപടിയാണ് ക്രിസ്തുവിൻ്റെ വചനം പാലിക്കാതെ, കർത്താവ് പറയുന്ന കൽപ്പനകൾ അനുസരിക്കാതെ എങ്ങനെയെങ്കിലും മുന്നേറിക്കൊണ്ട് പോയിട്ട് ദൈവത്തോട് നിലവിളിച്ചാൽ ആ നിലവിളിയുടെ ശബ്ദം കേൾക്കത്തില്ല. അതുപോലെ തന്നെ ദൈവസന്നിധിയിൽ ആഴമേറിയ ഒരു വിശ്വാസം, കർത്താവ് എന്നെ വിടുവിക്കും, എന്നെ സൗഖ്യമാക്കും എന്നുള്ള ഒരു ആഴമേറിയ വിശ്വാസമുണ്ടെങ്കിൽ കർത്താവ് പൂർണ്ണമായൊരു സൗഖ്യം ശരീരത്തിൽ നൽകും എന്ന് ഈ വചനത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അത്രയും പുരുഷാരം നിറഞ്ഞു നിന്നിട്ടും അതിൻ്റെ നടുവിൽ കൂടെ ഒരു സ്ത്രീ കടന്നു വന്ന് യേശുക്രിസ്തുവിൻ്റെ തുണിയുടെ തൊങ്ങൽ തൊടണമെങ്കിൽ അവിടെ കേട്ട് കേൾവി, അനുഭവിച്ച് കേൾവിയൊക്കെ ആ ദേശത്ത് ഉണ്ടായിരുന്നു. കർത്താവ് പലയിടങ്ങളിലും സഞ്ചരിച്ച് പല രോഗികൾക്കും സൗഖ്യം പ്രാപിക്കുന്നത് കണ്ടവരുണ്ട്, അനുഭവസ്ഥരുണ്ട്. ഹല്ലേലൂയ. ഒക്കെ അറിഞ്ഞപ്പോൾ പലപ്പോഴും നാം ഈ ലോകത്തായിരിക്കുമ്പോൾ പലപ്പോഴും ക്രിസ്തുവിൽ കൂടെ ചിലത് പ്രാപിക്കുവാൻ സാധിക്കും. സൗഖ്യം മാത്രമല്ല, പല വിഷയങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ആ വിഷയങ്ങൾക്കൊരു വിടുതൽ ഉണ്ടാകും എന്ന് നാം കേട്ടിട്ടുണ്ട്. സ്തോത്രം. പലപ്പോഴും നമുക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അത് പലപ്പോഴും നാം കേൾക്കുന്നുണ്ടെങ്കിലും ക്രിസ്തുവിനോടുള്ള അഭേദ്യമായ ബന്ധം സ്ഥാപിക്കാതെ, കർത്താവ് നൽകുന്ന വചനം അനുസരിക്കാതെ, ദൈവസന്നിധിയിലുള്ള വിശ്വാസം വർദ്ധിക്കാതെ എനിക്ക് ലഭിക്കണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വിഷയങ്ങൾക്ക് പരിഹാരം ലഭിക്കത്തില്ല. ഹല്ലേലൂയ. ഒന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ ആത്മാർത്ഥമായി നിന്നുകൊണ്ട് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഹല്ലേലൂയ, ഞാനാകുന്നവൻ ഞാനാകുന്നു, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുതെന്ന് കർത്താവിൻ്റെ വചനം പറയുന്നുണ്ട്. ജീവനുള്ള ദൈവത്തെ വിളിച്ചപേക്ഷിച്ചുകൊണ്ട് ക്രിസ്തുവിൽ തന്നെ ആശ്രയം വെച്ചുകൊണ്ട്, ഹല്ലേലൂയ, നാം ഒരു പേര് സമ്പാദിക്കുകയല്ല. സ്തോത്ര. നാം ഹല്ലേലൂയ ക്രിസ്തുവിനെ അറിയുന്ന ഒരു വ്യക്തിയാണെന്ന് പേര് സമ്പാദിക്കുകയല്ല. സ്തോത്രം. ക്രിസ്തുവിനെ ഹല്ലേലൂയ വീണ്ടും വീണ്ടും രുചിച്ചറിഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ തന്നെ നമ്മുടെ നോട്ടമായിക്കൊണ്ട് സ്ഥാനം ക്രിസ്തുവിന് കൊടുത്തുകൊണ്ട് ക്രിസ്തുവിൻ്റെ വാക്ക് വിശ്വസിച്ചുകൊണ്ട് ആഴമേറിയ ഒരു വിശ്വാസം വെളിപ്പെട്ട് കഴിഞ്ഞാൽ വലിയൊരു ദൈവപ്രവൃത്തി നിശ്ചയമായും വെളിപ്പെടാനിടയാകും. സ്തോത്ര. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വചനത്തിൽ കൂടെ പറയുവാനുള്ളത്, എത്ര തന്നെ തടസ്സങ്ങൾ നേരിടട്ടെ, എത്ര തന്നെ പുരുഷാരങ്ങൾ വരട്ടെ, എത്ര തന്നെ വ്യക്തികൾ തടസ്സമായി നിൽക്കട്ടെ, സ്തോത്രം, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കും, ഞാൻ ദൈവസന്നിധിയിൽ ഉറച്ചു നിൽക്കും, ഞാൻ ക്രിസ്തുവിന് വേണ്ടി നിൽക്കുക തന്നെ ചെയ്യും. കർത്താവ് എനിക്ക് വിടുതൽ നൽകും, എൻ്റെ ജീവിതത്തിൽ ഇറങ്ങി വരും, എൻ്റെ വിഷയത്തിൽ പരിഹാരം തരും എന്ന് ആഴമേറിയ ഒരു വിശ്വാസമുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി നിന്നിൽ കൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചെയ്തെടുക്കുമെന്ന് ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി ദൂത് പറയുന്നു. കർത്താവിൻ്റെ വചനം, അതിനകത്തൊരു മാറ്റവുമില്ല. ദൈവശ്വസനീയമായ ദൈവത്തിൻ്റെ വചന, അണ്ണാക്കിന് എത്ര മധുരമേറിയ ദൈവത്തിൻ്റെ വചന, കർത്താവ് പറയുന്ന ഒരു വാക്കിനും മാറ്റമില്ല. ദൈവജനമേ, ഈ ഹല്ലേലൂയ ക്രിസ്തുവിൻ്റെ വാഗ്ദത്തങ്ങൾ വിശ്വസിച്ച് അതിൽ അടിയുറച്ച് വിശ്വസിച്ച്, ഹല്ലേലൂയ ക്രിസ്തു ആരാണെന്ന് നീ രുചിച്ചറിഞ്ഞുകൊണ്ട് ആഴമേറിയ വിശ്വാസം ഇന്ന് പകൽക്കാലം നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടാൽ, ഓ ഹല്ലേലൂയ, നീ ഏത് വിഷയമാണോ നേരിടുന്നത് ആ വിഷയത്തിൽ മധ്യ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യാം. ഈ ലോകത്ത് ഹല്ലേലൂയ മാഞ്ഞു പോകുന്നതായ, ഹല്ലേലൂയ ഹല്ലേലൂയ നശിച്ചു പോകുന്നതായ കാര്യങ്ങൾക്കല്ല നാം ആദ്യം ആഗ്രഹിക്കേണ്ടത്. നാം പ്രാപിച്ചെടുക്കേണ്ടത് നിത്യതയിലെത്തുവാനുള്ള പ്രത്യാശയാണ്. ദൈവസന്നിധിയിൽ ഏക പ്രത്യാശയോടെ, ഏക കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട്, ഐക്യതയോടെ, സ്നേഹത്തോടെ ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട്, ഹല്ലേലൂയ
ആത്മാവിൽ ഫലം കായ്ച്ചുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി അധികം വർദ്ധിച്ചു വരുവാൻ സർവശക്തനായ ദൈവം സഹായിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാപിച്ചുകൊണ്ട് കർത്താവ് നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ, ഹല്ലേലൂയ, എത്ര പ്രതികൂലങ്ങൾ വരും, കഷ്ടതകൾ വരും, നിരാശകൾ വരും, ഹല്ലേലൂയ, ഒറ്റപ്പെടുത്തലിൻ്റെ അനുഭവങ്ങൾ വരും, ഒക്കെ വരും. പക്ഷേ ദാനിയേൽ ദൈവസന്നിധിയിൽ എങ്ങനെ നിന്നോ അതുപോലെ ഇടവിടാതെ സേവിച്ചു വരുന്ന എൻ്റെ ദൈവം എന്നെ വിടുവിച്ചാലും ഇല്ലേലോ ഞാൻ കർത്താവിനെ വിട്ടു മാറത്തില്ല. അങ്ങനെ ഒരു അടിയുറച്ച വിശ്വാസം നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നീ ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ നടുവിൽ ഈ വർഷം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തി ഉണ്ടെന്ന് നിശ്ചയമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ആ വിശ്വാസം നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ട് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തി നിന്നിൽ കൂടെ വെളിപ്പെടുക തന്നെ ചെയ്യും. എൻ്റെ കർത്താവ് ഒരു വാക്കു പറഞ്ഞാൽ അതിനൊരു മാറ്റമില്ല. ഹല്ലേലൂയ. മനുഷ്യന്റെ വാക്കു വ്യർത്ഥമായിരിക്കുമ്പോൾ ദൈവത്തിന്റെ വാക്കുകൾ എന്നും നിലനിൽക്കുന്നതാണ്. ഹല്ലേലൂയ. ജീവനുള്ള ദൈവ വചന നീ അടിയുറച്ച് വിശ്വസിക്കുക. ക്രിസ്തുവിൽ ആഴമേറിയ വിശ്വാസം വെളിപ്പെടട്ടെ. നിന്റെ ജീവിതത്തിൽ ഒരു ദൈവ പ്രവൃത്തി ഇന്ന് പകൽക്കാലം വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ഈ വചനങ്ങളാൽ ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. സമർപ്പിച്ച് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവസന്നിധിയിൽ വളർന്നുകൊണ്ട് ക്രിസ്തുവിനോട് പറ്റി ചേർന്നിരുന്നു കൊണ്ട് കർത്താവ് നൽകുന്ന ഹല്ലേലൂയ ദൈവ പ്രവൃത്തികളെ നമ്മിൽ വ്യാപരിച്ച് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അഭിഷേകത്തിന്റെ നിറവില് ഹല്ലേലൂയ പൂർവ്വ പിതാക്കന്മാർ ദൈവസന്നിധിയിൽ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ ശോഭിച്ചു നിൽക്കുവാൻ സർവശക്തനായ ദൈവ നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കിൽ നിന്നും വിരമിക്കുന്നു. സർവശക്തനായ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.